ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഗുലാം ജാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗുലാം ജാം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാക്ക് വാങ്ങിയാൽ മതി. വീട്ടിൽ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു പാക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം തന്നെ വേണമെന്നില്ല, പാലുണ്ടെങ്കിൽ പാലും കൂട്ടിയിട്ടും കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിത് കുഴക്കുന്ന സമയത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പാട് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ നന്നായിട്ട് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഗുലാം ജാമിൻ്റെ പൊടി നന്നായിട്ട് ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരൻ്റെ സീറാണ് ആവശ്യം. അപ്പം ഞാൻ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗവിൽ വെച്ച് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ അതിനിടയിൽ ഞാനിവിടെ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഉരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ബോൾ രൂപത്തിൽ വേണം ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ. നല്ലൊരു വലുപ്പമൊന്നും വേണ്ട, ചെറിയൊരു വലുപ്പം മതി. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല വലുപ്പമായി മാറിക്കോളും. അപ്പോൾ ഞാനിതാ എല്ലാം കൂടി ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ പഞ്ചസാര ഇവിടെ മെൽട്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഏലക്കായയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക കുത്തിയിട്ടാണ് ഇട്ട് കൊടുത്തത്, പൊടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതാ ഇവിടെ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലത്തെ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അതിന് ശേഷം ഈ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ പഞ്ചസാരൻ്റെ സീറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് ഗുലാം ജാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല പൈസയാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.